ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? എന്തിൻ്റെ വിശേഷങ്ങളൊക്കെ? നല്ല മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു അല്ലേ? എനിവേസ്, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിലും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായിട്ട് ഇരിക്കണം. ആവശ്യത്തിന് മാത്രം പുറത്ത് പോവുക. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹൈജീനായിട്ട് ഇരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കുക. വളരെ സ്വസ്ഥമായിട്ട് വീട്ടിൽ നിങ്ങളുടെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവരും ഇത് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, നമുക്ക് നമ്മളുടെ സബ്ജക്റ്റ് കഴിഞ്ഞ 7 സെഷൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ 7 സെഷനിൽ നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഓരോന്ന് സെഷനിലും ഉള്ള പറഞ്ഞ ടോപ്പിക്സൊക്കെ പറയുന്നത് കേട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നു എന്നുള്ള വിശ്വാസം കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് പോവാം. എന്തായാലും നമ്മൾ കഴിഞ്ഞ ഒരു സെഷൻ 7 നമ്മൾ ബിസിനസ് റെഗുലേഷനിലെ കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? കൺസിഡറേഷനിൽ പ്രത്യേകിച്ചും കൺസിഡറേഷൻ എന്ന് വെച്ചാൽ സംതിങ് ഇൻ റിട്ടേൺ, അതിൻ്റെ എസെൻഷ്യൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, കൺസിഡറേഷനിലെ പല 3 ടൈപ്പ് കൺസിഡറേഷൻ, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എല്ലാവരും അത് ഓർക്കുന്നു എന്ന് വിചാരിക്കണു. നൂഡം പാക്റ്റം എന്താണ്? നൂഡം പാക്റ്റം എന്ന് വെച്ചാൽ ഇതാണ്: a promise without a consideration is a bare promise and that is known as nudum pactum. ഓക്കെ, അപ്പം അത് എപ്പോഴും ഓർത്തിരിക്കുക. ഇനി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൺസിഡറേഷനിലെ ഒരു സ്ട്രേഞ്ചറുടെ റോൾ എന്താണ്? സ്ട്രേഞ്ചർ എന്ന് വെച്ചാൽ അപരിചിതമായിട്ടൊരു വ്യക്തി, ഒരു തേർഡ് പാർട്ടി. അയാളുടെ റോള് നമ്മളുടെ കൺസിഡറേഷനിൽ എങ്ങനെയാണ്? അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് കൂടി പറയും. പ്രിവിറ്റി മീൻസ് ലീഗൽ റിലേഷൻഷിപ്പ്. നമുക്കറിയാം, നമ്മളുടെ ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അഗ്രിമെൻറ്റിൽ 2 പാർട്ടീസ് തമ്മിൽ ലീഗലായിട്ട് റിലേറ്റ് ചെയ്യുകയാണ്. അവരൊരു ഡീല് ഫോം ചെയ്യുമ്പോൾ നിയമപരമായി അവർ ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന തേർഡ് പാർട്ടിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ കൺസിഡറേഷനിൽ, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മളിത് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ കൺസിഡറേഷനിൽ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. എന്താണ് ആ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് ഒരു കൺസിഡറേഷനിൽ നമുക്കറിയാം ഒരു കൺസിഡറേഷൻ ഫോം ചെയ്യുന്നത്, അതായത് പ്രോമിസർ പ്രോമിസി, പ്രോമിസറാണ് പ്രോമിസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ പ്രോമിസ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ ആ പ്രോമിസിന് അനുയോജ്യമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ നമ്മുടെ പ്രോമിസർ തന്നെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫോം ചെയ്ത് അയാളുടെ ഒരു ഡിസൈറിൽ അത് ഫോം ചെയ്ത് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോമിസി, ആ പ്രോമിസും അതുപോലെ തന്നെ അതിൻ്റെ കൺസിഡറേഷൻ അതുപോലെ എങ്ങനെയാണ് പ്രോമിസർ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ പ്രോമിസർ തന്നെയാണ് അവിടെ പ്രോമിസ് ചെയ്യേണ്ടതും അതിനുള്ള കൺസിഡറേഷൻ ഫോം ചെയ്യേണ്ടത്, അല്ലാതെ അയാളുടെ ബിഹാഫ് വേറൊരാൾക്കും അവിടെ റോളില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രോമിസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രോമിസർ തരുന്ന പ്രോമിസും അതിൻ്റെ കൺസിഡറേഷനും ഒന്നില്ലെങ്കിൽ പ്രോമിസിക്ക് അത് നേരിട്ട് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടിക്കും അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ആരെങ്കിലും ഒരാൾ അക്സെപ്റ്റ് ചെയ്താൽ മതി, അത് ഇന്ന ആൾ വേണം നിർബന്ധമില്ല. അത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ പറയുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് കോൺട്രാക്ട് ലോയിൽ അങ്ങനെ പറയുന്നില്ല. ഇംഗ്ലീഷ് കോൺട്രാക്ട് ലോയിൽ പറയുന്നത് ദർ ഈസ് നോ റോൾ ഫോർ എ സ്ട്രേഞ്ചർ. അവിടെ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു റോളും ഇല്ല. അത് പ്രോമിസി ഡയറക്റ്റായിട്ട് തന്നെയാണ് കൺസിഡറേഷനും പ്രോമിസും ഒക്കെ മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യൻ കോൺട്രാക്ട് ലോ അനുസരിച്ച് നമ്മുടെ കൺസിഡറേഷനിൽ തേർഡ് പാർട്ടിക്ക് സ്ഥാനമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നോക്കൂ, അണ്ടർ ഇന്ത്യൻ ലോ എ പ്രോമിസി ഹൂ ഈസ് എ സ്ട്രേഞ്ച് ടു കൺസിഡറേഷൻ. എ പ്രോമിസി ഹൂ ഈസ് എ സ്ട്രേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് പ്രോമിസിക്ക് പകരമായിട്ട് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു തേർഡ് പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് പ്രോമിസിക്ക് പകരം ആക്ട് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ പ്രോമിസി എന്ന് തന്നെയാണ് പറയുന്നത്, എ സ്ട്രേഞ്ചർ പ്രോമിസി. അയാൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവുന്നില്ല.
ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അയാളെ നമ്മൾ സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. ക്യാൻ സ്യൂ ഓൺ എ കോൺട്രാക്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോ അനുസരിച്ചിട്ട് അങ്ങനെയുള്ളത് തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തിക്ക് നമ്മുടെ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാം, ലീഗലായിട്ട് മൂവ് ചെയ്യാം, കോൺട്രാക്റ്റിൽ ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. ആസ് ദ കൺസിഡറേഷൻ ക്യാൻ മൂവ് ഫ്രം എ തേർഡ് പാർട്ടി. ഇന്ത്യൻ കോൺട്രാക്ട് ലോ അങ്ങനെ പറയുന്നത് അല്ലേ? കൺസിഡറേഷൻ either the promisee directly or a third party who is a representative of the promisee can move എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് so long as there is a consideration for a promise, it remains valid. അപ്പോൾ ആ ഒരു പ്രോമിസ്, ആ കൺസിഡറേഷൻ തേർഡ് പാർട്ടി നീക്കിയാലും അയാൾക്കത് വാലിഡ് ആയിട്ട് തന്നെ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഹൂ ഹാസ് ഫർണിഷ്ഡ് ഇറ്റ്. ആ കൺസിഡറേഷൻ മൂവ് ചെയ്തത് ആരാന്ന് ഇവിടെ നമുക്ക് പ്രസക്തിയില്ല. അത് എയ്തർ പ്രോമിസി അല്ലെങ്കിൽ ആളുടെ റെപ്രസെൻറ്റേറ്റീവ്, ആർക്ക് വേണമെങ്കിൽ നീക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കൺസിഡറേഷൻ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ, സ്ട്രേഞ്ചർക്ക് കൺസിഡറേഷനിൽ എന്തുണ്ട്, സ്ഥാനമുണ്ട്, അവിടെ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ. അണ്ടർ ഇംഗ്ലീഷ് ലോ ഹവർ എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ കനോട്ട് സ്യൂ. അവിടെ ഇംഗ്ലീഷ് ലോയിൽ എന്താണ്, കൺസിഡറേഷൻ സ്ട്രേഞ്ചർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഹിംസെൽഫ്. പ്രോമിസി തന്നെയാണ് നേരിട്ട് എന്ത് ചെയ്യേണ്ടത്, കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കൺസിഡറേഷനിൽ സ്ട്രേഞ്ചർക്ക് ഇംഗ്ലീഷ് ലോയിൽ സ്ഥാനമില്ല, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോയിൽ സ്ഥാനമുണ്ട്. ഓക്കെ. ഇനി നമ്മളുടെ കോൺട്രാക്റ്റിലെ സ്ട്രേഞ്ചറുടെ സ്ഥാനം എന്താണ്? അതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ഈസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട്. നമ്മുടെ സ്ട്രേഞ്ചർ, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒരു സ്ട്രേഞ്ചർ ശരിക്കും ആ കോൺട്രാക്റ്റിൻ്റെ ഒരു പാർട്ടിയേ അല്ല. കാരണം സച്ച് എ പാർട്ടി നെയ്തർ മേക്സ് ഓർ അക്സെപ്റ്റ് എനി ഓഫർ. അപ്പം അങ്ങനെയുള്ള പാർട്ടി ഒരു ഓഫർ കൊടുക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓക്കെ. സോ അതാണ് നമ്മളുടെ കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചറുടെ സ്ഥാനം. അപ്പോൾ കൺസിഡറേഷനിൽ സ്ട്രേഞ്ചർക്ക് ഒരു സ്ഥാനമുണ്ട്, ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അയാൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം. പക്ഷേ നമ്മളുടെ കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചർക്ക് യാതൊരു സ്ഥാനവും ഇല്ല. ഓക്കെ. അവിടെ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു സ്ഥാനമുള്ളൂ. ഇനി നമ്മളുടെ സ്ട്രേഞ്ചർക്ക് കോൺട്രാക്റ്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്നുകൂടി വിശദമായിട്ട് നോക്കാം. ഓക്കെ. നമ്മൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? നമ്മളുടെ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ കോൺട്രാക്റ്റിൽ നേരിട്ട് ഇടപെടാത്ത വ്യക്തിയാണ് അല്ലേ, ഒരു മൂന്നാമൻ. അയാൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല അവിടെ, ഒരു നിയമപരമായിട്ടുള്ള ബന്ധമൊന്നും അയാൾക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പോൾ കൺസിഡറേഷനിലാണെങ്കിൽ നമുക്ക് ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് പറഞ്ഞു, പക്ഷേ കോൺട്രാക്റ്റിൽ വരുന്നില്ല. എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് ഡസ് നോട്ട് അക്വയർ എനി റൈറ്റ്സ് അണ്ടർ ദ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിന് കീഴിൽ ഒരു റൈറ്റ്സും ഒരു അവകാശവും അയാൾക്ക് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഹി ഡസ് നോട്ട് അട്രാക്ട് എനി ലയബിലിറ്റി ഓൾസോ. ഒരു അവകാശമോ ബാധ്യതയോ ഒന്നും നമ്മുടെ സ്ട്രേഞ്ചർക്ക് കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കോൺട്രാക്ട് കൺഫേഴ്സ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ടു കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് മാത്രമേ അവകാശങ്ങളും ബാധ്യതകളും ഉണ്ടാവുന്നുള്ളൂ. കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മളുടെ പ്രോമിസറും അതുപോലെ തന്നെ പ്രോമിസിയും ആണല്ലോ. സോ അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവുന്നുള്ളൂ. ദെർഫോർ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സ്യൂ ഓൺ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ നമുക്ക് സ്ട്രേഞ്ചറിന് യാതൊരു അവകാശം ഉന്നയിക്കാനായിട്ട് പറ്റില്ല. ബോത്ത് ഇൻ ഇന്ത്യൻ ലോ ആൻഡ് ഇംഗ്ലീഷ് ലോ ദ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എക്സിസ്റ്റ്. ഇങ്ങനെയുള്ള പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇന്ത്യൻ ലോയിലും ഇംഗ്ലീഷ് ലോയിലും ഒരേപോലെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു സ്ട്രേഞ്ചർക്ക് യാതൊന്നും ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ആ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്റ്റിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ നിയമത്തിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെന്തൊക്കെയാണ് എക്സെപ്ഷൻസ് എന്നുള്ളത് നോക്കാം. Under the Indian law, there are some exceptions to the rule that a stranger to your contract cannot sue. അതായത് നമ്മൾ സാധാരണ ജനറലി പറഞ്ഞൊരു കാര്യം എന്താണ്? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടികൾ ആരൊക്കെയാണ്? പ്രോമിസറും പ്രോമിസിയും. ഇവർക്ക് മാത്രമേ അവിടെ നിയമപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു തേർഡ് പാർട്ടി
ഒരു റെപ്രസെൻറ്റേറ്റീവിന് എന്താണ് നമ്മളുടെ കോൺട്രാക്റ്റിൽ യാതൊരു സ്ഥാനവും ഇല്ല. അയാൾക്ക് നിയമപരമായിട്ട് ഒന്നും തന്നെ ബാധ്യതകളോ അല്ലെങ്കിൽ നിയമപരമായിട്ടൊരു അവകാശമോ അവിടെ ഉന്നയിക്കാനായിട്ട് അയാൾക്ക് പറ്റില്ല എന്നും പറഞ്ഞു. സോ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ഈവൻ എ സ്ട്രേഞ്ചർ ടു യുവർ കോൺട്രാക്ട് ക്യാൻ സ്യൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പറയുന്ന സ്ട്രേഞ്ചർ ആയിട്ടുള്ള തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളോ ബാധ്യതകളോ ഉന്നയിക്കാം. അതെങ്ങനെയാണ്? അപ്പോൾ അതിനുള്ള എക്സംഷൻസ് ആണ് ആദ്യം പറയുന്നത്. ആദ്യത്തെ എക്സംഷൻ എന്ന് വെച്ചാൽ വെൻ എ ട്രസ്റ്റ് ഇസ് ക്രിയേറ്റഡ്, ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലേ, നമ്മളിപ്പം എന്താണ് ഒരു ട്രാൻസാക്ഷനിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റീനെ, ഒരു വിശ്വാസീനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു സ്ട്രേഞ്ചറുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, വെൻ അണ്ടർ എ കോൺട്രാക്ട് വൺ ഓഫ് ദ പാർട്ടീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഹിംസെൽഫ് എ ട്രസ്റ്റി ഫോർ എ തേർഡ് പാർട്ടി. അതായത് ഒരു തേർഡ് പാർട്ടിയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ടി, നമ്മുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടി ഒരു ട്രസ്റ്റീനെ ഏർപ്പെടുത്തുന്നു. Okay, the said third party may sue to enforce the trust in his favor irrespective of the fact that he is a stranger to the contract. അപ്പം ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ ഒരു ട്രസ്റ്റിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ മെയിൻ പ്രിൻസിപ്പൽ ആളായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെയും അയാൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ അയാൾക്ക് നിയമപരമായിട്ടുള്ള അവകാശങ്ങളോ ബാധ്യതകളോ ഉന്നയിക്കാം എന്നാണ് പറയുന്നത്. ദ സെഡ് തേർഡ് പാർട്ടി ഈസ് നോൺ ആസ് എ ബെനിഫിഷ്യറി. അപ്പോൾ നോക്കൂ, ഒരു പ്രിൻസിപ്പലായിട്ടുള്ള ഒരാളുണ്ട്, അയാളൊരു ട്രസ്റ്റീനെ രൂപീകരിച്ചു. ആ ട്രസ്റ്റി നിലകൊള്ളുന്നത് വേറൊരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ബെനിഫിഷ്യറിയാണ്. ബെനിഫിഷ്യറി തേർഡ് പാർട്ടി ആണെങ്കിലും അയാൾക്ക് ഈ പറയുന്ന ട്രസ്റ്റിയായിട്ട് ഒരു റൈറ്റ്സോ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസോ സ്ഥാപിക്കാം എന്നാണ് പറയുന്നത്. ഇത് ഒരു എക്സെപ്ഷൻ കേസാണ്. ഇതിന് എക്സാമ്പിൾ പറയും നോക്കൂ. Where person A agrees to transfer certain properties to person B as trustee for the benefit of person C. The person C can enforce the agreement even though C is a stranger. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിനെ ഒരു ട്രസ്റ്റി ആക്കി. എന്നിട്ട് ഞാൻ ചില പ്രോപ്പർട്ടീസ് അയാളുടെ അടുത്ത് ഏൽപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ കസിന് വേണ്ടിയിട്ടാണ് അയാളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പം ഞാനും കസിനും തമ്മിൽ നേരിട്ട് എന്ത് ചെയ്യില്ല, ബന്ധം ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിട്ടില്ല. ഞാനും ട്രസ്റ്റി ആയിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് തേർഡ് പാർട്ടി ആയിട്ടുള്ള എൻ്റെ കസിനെയാണ്. അപ്പോൾ ഈ കസിനാണ് എന്ത് ബെനിഫിഷ്യറി, എൻ്റെ ഫ്രണ്ടാണ് ആര്, ട്രസ്റ്റി. അപ്പോൾ ബെനിഫിഷ്യറിക്ക് ട്രസ്റ്റി ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ലീഗൽ റിലേഷൻഷിപ്പ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഫോം ചെയ്യാം, ഈവൻ ദോ ദ ബെനിഫിഷ്യറി ഈസ് എ സ്ട്രേഞ്ചർ. ഓക്കെ, സോ ആ രീതിയിലാണ് നമുക്ക് ഈ എക്സെപ്ഷൻ വരുന്നത്. നോക്കൂ, ഇതുപോലെ ഒരുപാട് നമ്മളുടെ കോൺട്രാക്റ്റിലെ കൺസെപ്ഷനൊക്കെ ഇതുപോലത്തെ എല്ലാ എക്സെപ്ഷൻസൊക്കെ വരാറുണ്ട്. അതിൽ നമ്മൾ പലതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നമ്മളുടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഒരു എക്സെപ്ഷനാണ് നമ്മൾ കണ്ടത്. ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളുടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിലെ മൂന്നാമത്തെ എക്സെപ്ഷനാണ് കാണുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സെപ്ഷനെ പോലെ തന്നെയാണ്. കോൺട്രാക്ട്സ് ത്രൂ ആൻ ഏജൻറ്റ്. നമ്മളൊരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥനായിട്ടൊരു കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും സ്ട്രേഞ്ചർക്ക്, തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്ട്രേഞ്ചർക്ക് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഫോം ചെയ്യും. നിയമപരമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. നിയമപരമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ എക്സെപ്ഷനിൽ പറയുന്നത്. കോൺട്രാക്ട് വിച്ച് ആർ എൻറ്റേർഡ് ഇൻ ടു ത്രൂ ആൻ ഏജൻറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ഹിസ് പ്രിൻസിപ്പൽ. അതായത് ഒരു ഏജൻ്റായിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പൽ ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ പ്രിൻസിപ്പൾക്ക് എന്ത് ചെയ്യാം? അതിൽ ഇൻവോൾവ് ആവാം. അയാൾക്ക് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കിട്ടുന്നുണ്ട്, ലീഗലായിട്ട് അയാൾക്ക് മുന്നോട്ട് പോവാം. സോ ദ പ്രിൻസിപ്പൽ ഈസ് ദ ബെനിഫിഷ്യറി. ഇവിടെ നമ്മളെ പ്രിൻസിപ്പളാണ് ബെനിഫിഷ്യറി. ഓക്കെ,
അപ്പോൾ ആ ബെനിഫിഷ്യറി ആയിട്ടുള്ള പ്രിൻസിപ്പളിന് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാം, ഈവൻ ദോ ഹീസ് എ തേർഡ് പാർട്ടി. എക്സാമ്പിൾ പറയുന്നത് നോക്കൂ, പേഴ്സൺ എ ഈസ് എൻ ഏജൻറ്റ് ആൻഡ് പേഴ്സൺ ബി ഈസ് ഹിസ് പ്രിൻസിപ്പൽ. A enters into a contract with C for purchasing goods on behalf of his principal B. ബി എന്ന് പറയുന്ന ഒരാൾ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആളെന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അയാളുടെ ഒരു ഏജൻ്റാണ് പേഴ്സൺ എ. ഈ പേഴ്സൺ എ എന്ത് ചെയ്തു, പേഴ്സൺ സി എന്ന് പറയുന്ന ഒരു ട്രേഡറാണ്, അയാളായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഫോം ചെയ്തു നമ്മളുടെ പ്രിൻസിപ്പളായിട്ടുള്ള പേഴ്സൺ ബിക്ക് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ ബി ഈവൻ ദോ ഹീ ഈസ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റ്, ഇവിടെ നമ്മളുടെ പേഴ്സൺ എയും അതുപോലെ പേഴ്സൺ സിയും തമ്മിലാണ് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. ബി ആസ് എ പ്രിൻസിപ്പൾ, ഇപ്പോൾ ഈ എയും സിയും കോൺട്രാക്റ്റ് ഫോം ചെയ്തെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ബി എന്ന പ്രിൻസിപ്പളിനാണ്. അപ്പോൾ ബി ഇവിടെ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും ആൾ തേർഡ് പാർട്ടി ആണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റിൽ എൻഫോഴ്സ് ചെയ്യാം, അയാൾക്ക് അതിനുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസൊക്കെ ഫോം ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഹീ ഈസ് ദ ബെനിഫിഷ്യറി. അപ്പോൾ അതാ പറയുന്നത്, നൗ ബി ഈവൻ ദോ ഹീ ഈസ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട് അഗെയിൻസ്റ്റ് സി. ആ ട്രേഡറായിട്ടുള്ള സി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്ത് കാര്യം എൻഫോഴ്സ് ചെയ്യാനായിട്ട് ബിക്ക് അവകാശം കിട്ടുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ, ഐ എം ദ പ്രിൻസിപ്പൽ, എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സെർവൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പേഴ്സൺ എ ഞാനാണ് പേഴ്സൺ ബി. പേഴ്സൺ എ എൻ്റെ സെർവൻ്റാണ്. സെർവൻ്റ് എന്ത്, അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെർവൻറ്റിനോട് പറഞ്ഞു. സെർവൻ്റ് പുറത്ത് പോയി ഒരു ട്രേഡറായിട്ടുള്ള ഒരു ഷോപ്പ് കീപ്പറെ കണ്ട് സംസാരിച്ചു, അയാളാണ് പേഴ്സൺ സി. അപ്പോൾ അയാളായിട്ട് എന്ത് ചെയ്തു, ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ സെർവൻ്റായിട്ടുള്ള പേഴ്സൺ എ ട്രേഡറായിട്ടുള്ള ഷോപ്പ് കീപ്പറായിട്ടുള്ള പേഴ്സൺ സി ആയിട്ടൊരു കോൺട്രാക്ട് ഫോം ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചു. ആ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. ഐ എം ദ പ്രിൻസിപ്പൽ, എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എൻ്റെ സെർവൻ്റ് എന്ത് ചെയ്തു, സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ചില ഡിഫക്ട്സ് ഒക്കെ കണ്ടു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, നേരെ ഷോപ്പ് കീപ്പറെ വിളിച്ച് ചീത്ത പറയാം, അയാൾ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം. കാരണം എനിക്ക് വേണ്ടിയാണ് എൻ്റെ സെർവൻ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എൻ്റെ സെർവൻറ്റും ഈ പറയുന്ന ഷോപ്പ് കീപ്പർ തമ്മിലാണ് കോൺട്രാക്റ്റ് എന്നുണ്ടെങ്കിലും എനിക്ക് ഇൻവോൾവ് ചെയ്യാം, ഒരു എക്സെപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കോൺട്രാക്ട്സ് ത്രൂ ആൻ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തൊരു എക്സെപ്ഷൻ എന്താണ്, ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരാളെ ഫേവർ ചെയ്ത് എന്തെങ്കിലും ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഇപ്പം നോക്കൂ, എല്ലാ എക്സെപ്ഷൻസിലും ബെനഫിഷ്യറിയാണ് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. ആ തേർഡ് പാർട്ടി ആയിട്ടുള്ള ബെനഫിഷ്യറിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സെപ്ഷനായിട്ട് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഫോം ചെയ്യുന്നു. നോക്കൂ, വേർ എ പ്രോമിസ് ഇസ് മെയ്ഡ് ടു എൻ ഇൻഡിവിജ്വൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ തേർഡ് പാർട്ടി. ഒരു പ്രോമിസ് രണ്ടുപേര് തമ്മിൽ ഫോം ചെയ്തു, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, ഒരു തേർഡ് പാർട്ടിക്കാണ്. And a charge is created on a specific immovable property for the performance of the promise. അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു പ്രോമിസ് ഫോം ചെയ്തു, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, ഒരു തേർഡ് പാർട്ടിക്കാണ്. ഈ തേർഡ് പാർട്ടിക്ക് ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള പ്രോമിസിന് റിലേറ്റഡ് ആയിട്ട് എന്താണ്, ഒരു ചാർജാണ് പറഞ്ഞേക്കുന്നത്. ഒരു സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. Then the third party, though he is a stranger to the contract, can enforce the same. അപ്പോൾ തേർഡ് പാർട്ടിക്ക് എന്താ, ആ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, നാട്ടിൽ എൻ്റെ ബ്രദറുണ്ട്. ഓക്കെ, എനിക്ക് നാട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറോട് പറയാണ്, ഞാൻ ആരാണ്, ഞാൻ മെയിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഐ എം ദ പ്രിൻസിപ്പൽ. ഞാൻ എൻ്റെ ബ്രദറോട് പറയാണ്, നമ്മുടെ സ്ഥലമൊക്കെ നോക്കാൻ ഒരു കാര്യസ്ഥനുണ്ട്, അയാൾക്ക് ആ സ്ഥലമൊക്കെ കൃത്യമായി അയാൾ നോക്കുന്നത് കൊണ്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക അയാൾക്ക് നമുക്കൊരു പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാം എന്ന് പറയാം. ഓക്കെ, സോ ഞാൻ എൻ്റെ ബ്രദറുടെ അടുത്തൊരു പ്രോമിസാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, എന്താണ്, ഒരു പേയ്മെൻറ്റ്, ഒരു പ്രോമിസ് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ പേയ്മെൻ്റ് എന്നുള്ള പ്രോമിസ് ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത് ആർക്കാണ്, വേറൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പണിക്കാരനാണ്. ഓക്കെ, അപ്പോൾ പേഴ്സൺ എ ഞാനാണ്, പേഴ്സൺ ബി എൻ്റെ ബ്രദറാണ്, പേഴ്സൺ സി എന്ന് പറയുന്നത്
ഒരു പണിക്കാരനാണ്. അപ്പോൾ എൻ്റെ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, എൻ്റെ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇൻ കേസ് ഇപ്പം ഞാനാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ഞാൻ വാഗ്ദാനം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പണിക്കാരന് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അയാൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് എക്സെപ്ഷൻ പറഞ്ഞത്. എക്സാമ്പിൾ ഇവിടെ നോക്കൂ. ഇൻ വൺ കേസ് എ പ്രോമിസ്ഡ് ബി ടു പേ സർട്ടൺ അലവൻസസ് ടു സി. അത് ഞാൻ ആ നേരത്തെ പറഞ്ഞ കേസ് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. പേഴ്സൺ എ ആരാണ്, ബി ആരാണ്, സി ആണ്. ആസ് സെക്യൂരിറ്റി എ ക്രിയേറ്റഡ് എ ചാർജ് ഓൺ എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഒരു ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ബേസിലാണ് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. C filed a case against A for the recovery of the allowance. It was held that even though C was a stranger to the contract, he was entitled to proceed against the property charged in order to recover the arrears of the allowance. അപ്പോൾ ഈ അലവൻസ് എ പ്രോമിസ് ചെയ്തല്ലോ ആർക്ക്, സിക്ക്. അത് പ്രോമിസ് ചെയ്തത് ബിയുടെ അടുത്താണ്. പക്ഷേ സിക്ക് അലവൻസ് കിട്ടിയില്ല, അതിന് ഒരുപാട് അരിയേഴ്സ് വന്നു, അത് ഒരുപാട് ഇങ്ങനെ കുടിശ്ശികയായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയാൾ സി എന്ത് ചെയ്തു, എക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്തു. സി ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും അയാളാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അയാൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം, ലീഗലായിട്ടുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസും അയാൾക്ക് കിട്ടുവാണ് അല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസിൽ ഇപ്പം സ്ഥലം നോക്കുന്ന പണിക്കാരന് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു, 4-5 മാസമായിട്ട് ഞാൻ പൈസ കൊടുത്തില്ല. അയാൾ വന്ന് എൻ്റെ ബ്രദറോട് ചോദിക്കുകയാണ്, പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ബ്രദർ പറയാം, ചേട്ടൻ അയച്ചു തന്നിട്ടില്ല, പിന്നെ ഞാൻ എവിടെ നിന്ന് തരണേ. അപ്പോൾ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ പണിക്കാരൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് നേരിട്ട് വിളിച്ചു ചോദിക്കുകയാണ്, അല്ല സാറേ എന്താ ഈ പണി കാണിച്ചത്, എന്നോട് പൈസ ഒക്കെ തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 4-5 മാസമായിട്ട് പൈസ ഒന്നും തന്നിട്ടില്ല, എനിക്ക് എന്തായാലും പൈസ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ പറയുകയാണ്. അപ്പോൾ എനിക്ക് അയാളോട് പറയാൻ പറ്റില്ല, നിങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹീസ് ദ ബെനിഫിഷ്യറി, ആളാണ് ബെനിഫിഷ്യറി. അപ്പോൾ ആൾക്ക് എന്തായാലും എന്നോട് ചോദിക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻസ് നോക്കൂ. മിക്ക എക്സെപ്ഷൻസിലും വരുന്ന ആൾക്കാർ ബെനിഫിഷ്യറി ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പൊതു സ്വഭാവം. അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, ഇനി അടുത്തെന്താ പറയണമെന്ന് നോക്കാം. ഇനി 4ാമത്തെ കേസ് എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഫാമിലി അറേഞ്ച്മെൻറ്റ്സ് ഫോർ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസസ്. ഇത് ചില ഫാമിലി അറേഞ്ച്മെൻറ്റ്സിൽ ഉണ്ടാവുന്ന ഒരു എക്സെപ്ഷനാണ്. എന്താണ് എക്സെപ്ഷൻ? അത് പ്രത്യേകിച്ചും ഹിന്ദു ഫാമിലിയിലാണ് പറയുന്നത്. അതായത് when a family arrangements between male members of Hindu family, നമുക്കറിയാലോ നിയമങ്ങൾ പലതും മാറിയിട്ടുണ്ടെങ്കിലും ഒരുവിധം എല്ലാ റിലീജിയസിലും മെയിൽ ഫാമിലി മെമ്പേഴ്സിനാണ് കൂടുതലായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അല്ലേ, അവകാശങ്ങൾ കൂടുതലായിട്ടാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. When a family arrangements between male members of a Hindu family makes a provision for the maintenance or for expense of marriage of members. അതായത് ഒരു ഹിന്ദു ഫാമിലിയിൽ മെയിൽ മെമ്പേഴ്സ് തമ്മിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെ മാരേജിൻ്റെ എക്സ്പെൻസസ് അല്ലെങ്കിൽ മാരേജിൻ്റെ മെയിൻ്റനൻസ് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസിനെ കുറിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് മെയിൽ മെമ്പേഴ്സ് തമ്മിൽ ഒരു കരാർ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൽ മെമ്പേഴ്സ് തമ്മിലാണ് കോൺട്രാക്റ്റ്, ഫീമെയിൽ മെമ്പേഴ്സിന് യാതൊരു അവകാശവും ഇല്ല. പക്ഷേ നമ്മളുടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫീമെയിൽ മെമ്പേഴ്സിനും അതിൽ മെമ്പർ ആവാനായുള്ള അവകാശം. അതാണ് ഇവിടെ പറയുന്നത്. The later, even though they are not parties of the family arrangement, are entitled to sue since they possess an actual beneficial rights. കാരണം സ്ത്രീകൾ ഒഴിവാക്കിയിട്ട് മെയിൽസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് അനുസരിച്ച് ആ ഫാമിലിയിൽ, ഹിന്ദു ഫാമിലിയിലുള്ള ഫീമെയിൽ മെമ്പേഴ്സിനും ആ ഒരു സെറ്റപ്പിൽ, ആ ഒരു കോൺട്രാക്റ്റിൽ, ആ മാരേജ് എക്സ്പെൻസിൻ്റെ മെയിൻ്റനൻസ് എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാനുള്ള അവകാശം അവർക്കും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ കാരണം അവരാണ് ആക്ച്വൽ ബെനിഫിഷ്യൽ റൈറ്റ്സ് ഉള്ളവർ. കാരണം ഹിന്ദു ഫാമിലീസിൽ
ഒരു മാരേജ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കാണ് കൂടുതൽ എക്സ്പെൻസ് വരിക അല്ലേ, ആൺകുട്ടികൾക്ക് അത്രയും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത് പെൺകുട്ടികൾക്കാണെങ്കിലും ആ ബെനിഫിഷ്യറി ആയിട്ടുള്ളവർക്കും ഈ അറേഞ്ച്മെൻറ്റ്സിൻ്റെ പ്ലാനിങ്ങിലും ഉള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അതാണ് 4ാമത്തെ എക്സെപ്ഷൻ പറയുന്നത്. ഇത് സ്പെസിഫിക് ആണ്, അത് ഹിന്ദു ഫാമിലി റൈറ്റ്സ് അനുസരിച്ച്, ഹിന്ദു ഫാമിലി ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അതാണ് ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സെപ്ഷൻ അല്ലേ. ഇപ്പം അതനുസരിച്ച് മാരേജ് എല്ലാം കഴിപ്പിച്ച് വിട്ട സ്ത്രീകളായാലും എല്ലാവർക്കും ഒരു ഹിന്ദു ഫാമിലിയിൽ അങ്ങനെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, അവരുടെ വീട്ടിലെ പ്രോപ്പർട്ടിയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, സോ അതാണ് പറഞ്ഞത്, ഇൻ ദ കേസ് ഓഫ് ഫാമിലി അറേഞ്ച്മെൻറ്റ്സ് ഫോർ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള ഒരു എക്സെപ്ഷൻ. ഇനി 5ാമത്തെ ഒരു എക്സെപ്ഷൻ എന്താണ്? വേർ ദ പ്രോമിസർ ഹാസ് ബൈ ഹിസ് കണ്ടക്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. പ്രോമിസറുടെ ഭാഗത്ത് ഒരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? വെൻ ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടെനൻറ്റ് ആൻഡ് സബ് ടെനൻറ്റ് അല്ലേ. ടെനൻറ്റും സബ് ടെനൻറ്റും, അതായത് നമ്മളിപ്പം ഒരു ടെനൻറ്റ് ഈ വാടകയ്ക്കൊക്കെ വീടും അതുപോലെ തന്നെ കടകളൊക്കെ കൊടുക്കുന്ന ടെനൻറ്റും ഒരു സബ് ടെനൻറ്റ്, അയാളുടെ സബ്ബായിട്ടുള്ള ഒരാൾ. സപ്പോസ് ദ സബ് ടെനൻറ്റ് ഈസ് പേയിങ് ദ റെൻറ്റ് ഡയറക്ട്ലി ടു ദ ലാൻഡ് ലോഡ്. വാടകയ്ക്ക് ഇപ്പം സ്ഥലങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്, വാടകയ്ക്ക് വീട് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്ക് ഷോപ്പ് എടുക്കുന്നവരുണ്ട്, അതാണ് ടെനൻറ്റ്. ഇപ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐ ആം എ ടെനൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു സബ് ടെനൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടി ഈ സബ് ടെനൻറ്റ് എന്ത് ചെയ്തു, അയാളാണ് ഞാൻ വാടകയ്ക്ക് എടുത്തേക്കുന്ന സ്ഥലത്തിൻ്റെ ലാൻഡ് ലോഡിന് റെൻറ്റ് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നത്. ദെൻ ദ ലാൻഡ് ലോഡ് ഈസ് അലൗഡ് ടു റിക്കവർ അൺപെയ്ഡ് റെൻറ്റ് ഫ്രം ദ സബ് ടെനൻറ്റ്. അപ്പോൾ ടെനൻറ്റ് കോൺട്രാക്റ്റിൽ ടെനൻറ്റും ലാൻഡ് ലോഡും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെനൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഹിം ഹാഡ് അപ്പോയിൻറ്റഡ് എ സബ് ടെനൻറ്റ്. അപ്പോൾ സബ് ടെനൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റെൻറ്റ് ഡയറക്റ്റായിട്ട് ലാൻഡ് ലോഡിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സബ് ടെനൻ്റ് ആണ് ഒരു തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള സബ് ടെനൻറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറയുന്ന റെൻറ്റ് അൺപെയ്ഡ് ആണെങ്കിൽ ലാൻഡ് ലോഡിന് ഡയറക്റ്റായിട്ട് അയാളോട് ചോദിക്കാം, ഈവൻ ദോ ഹീസ് എ തേർഡ് പാർട്ടി. അപ്പോൾ അതാണ് പറയുന്നത്, വേർ ദ പ്രോമിസർ ഹാസ് ബൈ ഹിസ് കണ്ടക്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. അതായത് പ്രോമിസർ ഇവിടെ ആരാണ്, ടെനൻ്റാണ്. അപ്പോൾ ആ ടെനൻ്റ് എന്ത് ചെയ്തു, അയാളുടെ ബിഹാഫ് ഒരു സബ് ടെനൻറ്റിനെ വെച്ചിട്ട് അവിടെ ഒരു പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്, അയാൾക്കൊരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ കേസസിലും നമുക്ക് എക്സെപ്ഷൻ ഓഫ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ എക്സെപ്ഷൻസ് കണ്ടത് എന്തൊക്കെയായിരുന്നു, അതായത് കോൺട്രാക്റ്റിലെ പ്രിവിറ്റിയിൽ വരുന്ന എക്സെപ്ഷൻസ് അല്ലേ. 5 എക്സെപ്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. ആ 5 എക്സെപ്ഷൻസിലും അധികം അതിൻ്റെ ബെനിഫിഷ്യറീസാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഈ പറയുന്ന 5ാമത്തെ ഒരു ഇതിലാണ് നമ്മൾ സബ് ടെനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ കേസ് വരുന്നത് അല്ലേ. ബാക്കി എല്ലാ കേസിലും എന്താണ്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ബെനിഫിഷ്യറി ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അങ്ങനെ ഒരു ജനറൽ പോയിൻ്റ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എക്സെപ്ഷൻസ് വരുന്നത് എന്താണ്, എക്സെപ്ഷൻസ് ടു ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു പ്രോമിസ് ഇസ് എ ബെയർ പ്രോമിസ്. നൂഡം പാക്റ്റം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ നൂഡം പാക്റ്റമായിട്ടുള്ള ഒരു പ്രോമിസ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു റൂളിന് എക്സെപ്ഷൻസ് ആയിട്ടുള്ളത് എന്താണ്, അതായത് ചില കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്റ്റും ഫോം ചെയ്യും എന്നാണ് എക്സെപ്ഷൻസ് പറയുന്നത്. അത് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്ന് നോക്കൂ. ദ ജനറൽ റൂൾ ഇസ് ദാറ്റ് എനി അഗ്രിമെൻറ്റ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ ഈസ് വോയിഡ്. ഒരു എഗ്രിമെൻറ്റ്, കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു എഗ്രിമെൻറ്റും നമുക്ക് വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതൊരു വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് കോൺട്രാക്റ്റ് ഉണ്ടാവില്ല ആണല്ലോ. അപ്പം ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോമിസിൻ്റെ കൂടെ പ്രോമിസർ പറയുന്നതാണ് അല്ലേ. കൺസിഡറേഷൻ
പ്രോമിസർ തന്നെയാണ് അയാളുടെ ഡിസയറിലൂടെ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോമിസ് ചെയ്യുമ്പോൾ തന്നെ ആ കൺസിഡറേഷൻ ആൾ ഫോം ചെയ്തു. അപ്പോൾ ഇത് രണ്ടും പ്രോമിസർ എന്താണോ എങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെയാണ് അക്സെപ്റ്റർ ആയിട്ടുള്ള പ്രോമിസി സ്വീകരിക്കേണ്ടത് അല്ലേ? ഇതൊക്കെ നമ്മൾ ജനറൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻസിൽ നമ്മളുടെ എഗ്രിമെൻറ്റിൽ ഒരു കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗ്രിമെൻ്റ് ഒരു നല്ല കോൺട്രാക്റ്റ് ഫോം ചെയ്യില്ല. ഇൻ അതർ വേർഡ്സ്, ഗ്രാറ്റിറ്റ്യൂസ് പ്രോമിസസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ഇൻ ലോ. ഗ്രാറ്റിറ്റ്യൂസ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ ഒരാളും എന്നോട് പറയാതെ ഞാനൊരു പ്രോമിസ് സ്വമേധയാ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എൻഫോഴ്സിബിൾ ഓഫ് ലോ ഉണ്ടാവില്ല. അവിടെ ഞാൻ യാതൊരു കാര്യം കൺസിഡർ ചെയ്യാതെ സ്വമേധയാ ഞാൻ എന്ത് ചെയ്തു, ഇഷ്ടപ്രകാരം ഞാൻ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് എൻഫോഴ്സിബിൾ ഓഫ് ലോ ഉണ്ടാവുന്നില്ല. എ പ്രോമിസർ ടു കോൺട്രിബ്യൂട്ട് മണി ടു ചാരിറ്റബിൾ പർപ്പസ് ഇസ് എ ഗുഡ് എക്സാമ്പിൾ. അതായത് തിരിച്ചൊരു ബെനിഫിറ്റും ഞാൻ ആഗ്രഹിക്കാതെ, അതാണ് സ്വമേധയുള്ള പ്രോമിസ് നമ്മൾ പറഞ്ഞത്. തിരിച്ച് ഒരു ബെനിഫിറ്റും ഞാൻ പ്രതീക്ഷിക്കാതെ ഞാനൊരു പ്രോമിസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ അതിനെ കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം, ഈവൻ ദോ ദർ ഇസ് നോ കൺസിഡറേഷൻ. എന്നൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പറയുന്നത്. എ പ്രോമിസർ കോൺട്രിബ്യൂട്ട് മണി, കുറച്ച് പൈസ കൊടുക്കാൻ തീരുമാനിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിക്ക്. ആൾക്ക് തിരിച്ചതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അപ്പം അത് എന്താണ്, അവിടെ അത് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം, ബിക്കോസ് ദർ ഇസ് എ പ്രോമിസ്. പക്ഷേ കൺസിഡറേഷൻ ഇല്ല. ആ കൺസിഡറേഷൻ ഇല്ലാത്തത് ഇവിടെ ഒരു പർട്ടിക്കുലർ പർപ്പസിൽ വേണ്ടിയിട്ടാണ് അയാളത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ എടുക്കാൻ പറ്റില്ല. ഒരു എക്സെപ്ഷൻ കേസാണത്. ഓക്കെ, സോ ആ രീതിയിൽ ഒരുപാട് എക്സെപ്ഷൻസ് നമുക്ക് ഈ പറയുന്ന നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൽ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ എക്സെപ്ഷൻസിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കാം, അതെന്തൊക്കെയാണ് പറയണമെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള റൂളിന് എക്സെപ്ഷൻസ് 3 എക്സെപ്ഷൻസ് ആണ് വരുന്നത്. അത് ചില പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് ഈ എക്സെപ്ഷൻസ് ഫോം ചെയ്യുക. അതായത് വേറെ ഒന്നല്ല, എഗ്രിമെൻ്റ് ഉണ്ടാവും, കോൺട്രാക്റ്റ് ഉണ്ടാവും, പക്ഷെ അതിൽ കൺസിഡറേഷൻ ഉണ്ടാവില്ല. നമ്മൾ റൂൾ പറയുന്നത് എന്താണ്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്ത് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും എന്ത് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വോയിഡ്. പക്ഷേ ചില എക്സെപ്ഷൻസിൽ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റിനെയും കോൺട്രാക്റ്റിനെയും വാലിഡായിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. 3 എക്സെപ്ഷനാണ്. അല്ല, ആദ്യത്തെ എക്സെപ്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ അഗ്രിമെൻറ്റ് ബേസ്ഡ് അപ്പോൺ ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും ഉണ്ടാവുന്ന എഗ്രിമെൻറ്റ്, അവിടെ കൺസിഡറേഷൻ ഇല്ല. വേർ an agreement is expressed in writing and registered, അല്ലേ, എഴുതി എക്സ്പ്രസ് ചെയ്യുക, അത് നിയമപരമായി രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷൻ, പരസ്പരമായിട്ടുള്ള സ്നേഹബന്ധം കൊണ്ടും അടുപ്പം കൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ബിറ്റ്വീൻ പാർട്ടീസ്, 2 പാർട്ടി തമ്മിൽ, സ്റ്റാൻഡിങ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷനിലുള്ള 2 പേര് തമ്മിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് സെറ്റ് ടു ബി വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. അവിടെ കാര്യമായിട്ടുള്ള കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റ് അതുപോലെ അഗ്രിമെൻറ്റിനെ നമുക്ക് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള അഗ്രിമെൻറ്റിന് ചില പ്രത്യേകതകളും കൂടി വേണം എന്നാണ് നിയമം പറയുന്നത്. ഓക്കെ, അതെന്താ പറയണ നിയമം? ഫസ്റ്റ്, ദ അഗ്രിമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. വെറുതെ വാക്കാൽ പറയല്ല, എഴുതി പറയണം, എഴുത്താൽ ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ്, അത് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, അത് സ്വാഭാവികമായിട്ടുള്ള സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടുമാണ് ഇങ്ങനൊരു അഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവേണ്ടത്. പിന്നെ ദ പാർട്ടി, ഇഷ്ടദാനം കൊടുക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെ. പിന്നെ ദ പാർട്ടീസ് ഷുഡ് സ്റ്റാൻഡ് ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതർ, 2 പേര് തമ്മിൽ നിയർ റിലേഷൻ, ബ്ലഡ് റിലേഷൻ ആയിരിക്കണം, ക്ലോസ് റിലേഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ എഗ്രിമെൻറ്റ്സ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ,
എക്സാമ്പിൾ പറയാണ്, പേഴ്സൺ എ ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, അല്ലേ, സ്വാഭാവികമായിട്ടുള്ള സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും പേഴ്സൺ എ എന്ത് ചെയ്തു, അഗ്രി ടു സം പ്രോപ്പർട്ടി ടു ഹർ ഡോട്ടർ, അവരുടെ മകൾക്ക് അവരുടെ കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ആൻഡ് ദ അഗ്രിമെൻറ്റ് ഇസ് ഫോംഡ് ഇൻ ടു റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്, ഇത് ഡോക്യുമെൻ്റാക്കി രജിസ്റ്റർ ചെയ്തു. ഇറ്റ് ഈസ് വാലിഡ് കോൺട്രാക്റ്റ്. ഇവിടെ കൺസിഡറേഷൻ ഇല്ല, അമ്മ മകൾക്ക് കൊടുക്കുന്നതാണ് വസ്തു. അത് മകളോടുള്ള അതിയായ സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടാണ് അത് അമ്മ കൊടുത്തു, പക്ഷെ തിരിച്ചൊന്നും അമ്മ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അത് ഡോക്യുമെൻ്റാക്കി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇത് വാലിഡാണ്. അപ്പോൾ അതുകൊണ്ട് മകളായിട്ടുള്ള ബിക്ക് എന്ത് ചെയ്യാം, അത് എൻഫോഴ്സ് ചെയ്യാം, അല്ലേ. ഇപ്പം നമ്മുടെ ചുറ്റുപാടും സ്വത്ത് തർക്കങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും സ്വത്തുള്ള അവകാശികളെ സ്വാധീനിച്ചുകൊണ്ട് ഒരുപാട് ബന്ധുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ സ്വത്ത് കയ്യേറാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ ഈ രീതിയിലാണ് നടത്താറ്, അല്ലേ. ഇപ്പോൾ നമ്മളുടെ തമിഴ്നാട്ടിൽ മരിച്ച മുഖ്യമന്ത്രി ജയലളിതയുടെ സ്വത്ത്, അവർക്ക് മക്കളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവരുടെ പൂർവിക സ്വത്തുകൾ, അതിൻ്റെ പ്രശ്നങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോടിക്കണക്കിനുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിയമത്തിന് മുന്നിൽ വന്നപ്പോൾ നിയമം ആദ്യം കണ്ടത് റൈറ്റിങ്ങിലില്ല, രജിസ്റ്റർ ചെയ്തിട്ടുമില്ല, അവിടെ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനിൽ ആർക്കും കൊടുത്തിട്ട് പറഞ്ഞിട്ടുമില്ല. പിന്നെയുള്ളത് റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ്റെ ബേസിൽ ഇപ്പോൾ ജയലളിതയുടെ ജ്യേഷ്ഠൻ്റെ 2 മക്കൾ ദീപയും ദീപക്കും, അവർക്ക് ഈ സ്വത്ത് ചേരും എന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞത്. അവർക്ക് ജയലളിത കൊടുക്കണമെന്നൊന്നും എഴുതി കൊടുത്തിട്ടില്ല, പക്ഷേ നിയമപരമായിട്ട് അടുത്ത റിലേഷനിലുള്ള ഇവരാണ്, അപ്പോൾ ഇവർക്കാണ് സ്വാഭാവികമായിട്ട് ആ സ്വത്ത് പോകേണ്ടത്. അത് കോടതി പറഞ്ഞു. പക്ഷേ എങ്കിലും അത് എതിർക്കാനുള്ള ആൾക്കാർ ധാരാളമുണ്ട്, പാർട്ടി എതിർക്കാണ്. പിന്നെ ജയലളിതയുടെ തോഴി ശശികല, അവർക്ക് ഈ സ്വത്ത് മുഴുവൻ കയ്യേറണം എന്നുള്ള ഇതിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ജയിലിലായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇറങ്ങി വന്നാലും അതിന് നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടാവും, അല്ലേ. ഈ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജയലളിതയുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണെങ്കിൽ തന്നെയും അവർക്ക് ബ്ലഡ് റിലേഷൻ ഉള്ളത് കൊണ്ട് മാത്രം, ആ ഒരു നിയമവശം മാത്രം നോക്കിയിട്ട് കോടതി അങ്ങനെ പറഞ്ഞെങ്കിലും ഇവർക്ക് ജയലളിതയായിട്ട് ലവ് ആൻഡ് അഫെക്ഷൻ ഒന്നും ഇല്ല. ജ്യേഷ്ഠൻ്റെ മക്കളാണെങ്കിലും അവർ പേഴ്സണലായിട്ടുള്ള ഒരു ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് അകന്ന് നിൽക്കുമായിരുന്നു. മരിച്ചു കഴിഞ്ഞ് സ്വത്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അടുത്ത് വന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ അത് നിൽക്കുന്നു. ശശികലയ്ക്ക് വളരെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ള പേരിൽ അവർക്കത് കിട്ടണം എന്നാണ്. പക്ഷേ പാർട്ടി, ജയലളിതയുടെ പാർട്ടി പറയുന്നത് സ്വത്തൊക്കെ കണ്ടുകെട്ടി അതെല്ലാം ജയലളിതയുടെ സ്മാരകമാക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഏത് തീരുമാനത്തിലാവും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആർക്കും തന്നെ ഒരു ഊഹമില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ആ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസിൽ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ ധാരാളം ഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്, അല്ലേ. ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയാണ്. അവർ അമ്മയാണ് അവകാശി. അവർക്ക് 8-9 മക്കളുണ്ട്, പ്രായം ചെന്നവരാണ്. അപ്പോൾ അവർ ഏറ്റവും ഇളയ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം മകനും ഭാര്യ, അപ്പം അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് മകനും ഭാര്യയൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അമ്മയോട് പെരുമാറുന്നത്, ഇടപഴകുന്നതൊക്കെ. അപ്പോൾ അമ്മയ്ക്കായാലും സന്തോഷമാണ്, മറ്റുള്ളവർ കാണുമ്പോഴും അത് നല്ല രീതിയിൽ തന്നെ എടുത്തിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, കാരണം ഇവർ വളരെയധികം സ്നേഹത്തോടും വാത്സല്യത്തോടു കൂടി അമ്മയുടെ അടുത്ത് ഇടപഴകിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇടപഴകി അമ്മയിൽ നിന്നും ആ സ്വത്ത് മുഴുവൻ ഇളയ മകൻ എഴുതിയെടുത്ത് അത് രജിസ്റ്റർ ചെയ്തു. ഇത് മറ്റുള്ള മക്കൾ ആരും അറിഞ്ഞില്ല. പിന്നീട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മറ്റുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സിനും ഒന്നും മൂവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ല. ഇത് റൈറ്റിംഗ് അയാൾ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഇത് അമ്മ ആ മകന് ഇഷ്ടദാനം കൊടുത്തു എന്നുള്ള രീതിയിൽ ആ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ, അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ ഇതിൽ അമ്മ ഇളയമകനത് എഴുതി കൊടുത്തതായിട്ടും, പിന്നെ നോക്കുമ്പോൾ ബ്ലഡ് റിലേഷനാണ്, അമ്മയും മകനുമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ മൊത്തം ആ സ്വത്ത് എന്ത് ചെയ്തു, എടുത്തു. അപ്പോൾ ഇതാ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള നിയമവശങ്ങൾ വെച്ച് നോക്കണം നമ്മൾ. ഇപ്പം നാളെ നിങ്ങളായാലും ഒരു ബിസിനസ് പരമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന ബിസിനസ് ലോയിൽ പല കാര്യങ്ങളും നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും പല ഇൻസ്റ്റൻസിലും. അപ്പം
അതുപോലെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിലുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി നോക്കിയിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള ഒരു എക്സെപ്ഷൻ ആ റൂളിന് എക്സെപ്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് എക്സെപ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? മൊത്തം 3 എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. അത് ആദ്യത്തെ എക്സെപ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മളുടെ രണ്ടാമത്തെ എക്സെപ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ എക്സെപ്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ 3 എക്സെപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ എക്സെപ്ഷൻ കണ്ടു. എന്തായിരുന്നു ആദ്യത്തെ എക്സെപ്ഷൻ? ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ്, അതിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അതിനെ വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിട്ടും കോൺട്രാക്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം അല്ലേ? അതിന് ചില നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞു. റിട്ടേൺ ഫോമിലായിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ടായിരിക്കണം എഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക, ആരെയും ഫോഴ്സ് ചെയ്യരുത്. പിന്നെ ഈ പറയുന്ന നിയർ ക്ലോസ് റിലേഷൻസിൽ ഉള്ളവർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സെപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. എഗ്രിമെൻറ്റ് ടു പേ കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. പാസ്റ്റ് വോളണ്ടറി സർവീസസിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ് കോമ്പൻസേഷൻ. ഓക്കെ, അതെന്താണെന്ന് നോക്കൂ. ഇഫ് എ പേഴ്സൺ ഹാസ് ഓൾറെഡി വോളണ്ടറിലി ഡൺ സംതിങ് ഫോർ ദ പ്രോമിസർ and the promiser agrees to compensate wholly or in part, the agreement is valid even though it is without consideration. It may noted that the act of doing something for the promiser must have been done voluntarily. The service must have been rendered for the promiser and the intention of the promiser must have been to compensate the promisee. അപ്പോൾ if a person has already voluntarily done something for the promiser, ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തി വോളണ്ടറിലി പെട്ടെന്ന് ഒരാളോടും ചോദിക്കാതെ, ഒരാളുടെ അനുവാദം ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാണ്. ആൻഡ് ദ പ്രോമിസർ അഗ്രീസ് ടു കോമ്പൻസേറ്റ് ഹോൾലി ഓർ ഇൻ പാർട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ മറ്റാൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആരോടും ചോദിക്കാതെ, ഒന്നും കൂടുതൽ ആലോചിക്കാതെ, ആരുടെ അനുവാദം ചോദിക്കാതെ പെട്ടെന്നൊരു കാര്യം ചെയ്തപ്പോൾ അത് ചെയ്ത് കിട്ടിയ പ്രോമിസറാണ്. അപ്പോൾ ആ പ്രോമിസർ എന്ത് ചെയ്തു? അത് ചെയ്തു തന്ന ആൾക്ക് വേണ്ടി ഒരു കോമ്പൻസേഷൻ അഗ്രി ചെയ്യാണ്. അത് ഒരു വലിയൊരു കോമ്പൻസേഷൻ, ചെറുതൊരു കോമ്പൻസേഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി. The agreement is valid even though it is without consideration. അതിനൊരു കൺസിഡറേഷൻ ഇവിടെ ഇല്ല. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസിഡറേഷൻ ഇല്ലാത്ത ഈ എക്സെപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം? ആദ്യം, ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് ഫോർ ദ പ്രോമിസർ മസ്റ്റ് ഹാവ് ബീൻ ഡൺ വോളണ്ടറിലി. ഒന്നും ബെനിഫിറ്റ് ആഗ്രഹിക്കാതെ ആയിരിക്കണം ഒരാൾ വോളണ്ടറിലി പ്രോമിസർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവേണ്ടത്. 2, ദ സർവീസ് മസ്റ്റ് ഹാവ് ബീൻ റെൻഡേർഡ് ഫോർ ദ പ്രോമിസർ. അത് ആ പ്രോമിസർക്ക് വേണ്ടി തന്നെയായിരിക്കണം ആ സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അപ്പം പ്രോമിസർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് വോളണ്ടറിലി, ഒരാളുടെ അനുവാദമൊന്നും ചോദിക്കാതെ, ഒരാളോടും പറയാതെ സ്വമേധയാ മറ്റാൾ ചെയ്തു. അത് ആ പ്രോമിസർക്ക് തന്നെയാണ് ആ സർവീസ് റെൻഡർ ചെയ്യേണ്ടത്. ദ ഇൻറ്റൻഷൻ ഓഫ് ദ പ്രോമിസർ മസ്റ്റ് ഹാവ് ബീൻ ടു കോമ്പൻസേറ്റ് ദ പ്രോമിസ്. ആ പ്രോമിസിയെ കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പ്രോമിസർക്ക് ഉണ്ടാവുന്ന ഇൻറ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഫറോ അക്സെപ്റ്റൻസോ ഒന്നുമില്ല, ഒരു പ്രോമിസും ഫോം ചെയ്തിട്ടില്ല. ആ പ്രോമിസർ പിന്നീടാണ് ഒരു കോമ്പൻസേഷൻ പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും കൺസിഡറേഷൻ ഇല്ല, എങ്കിലും ആ എഗ്രിമെൻറ്റ് നമുക്കൊരു വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ കൂടി വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. എ പേഴ്സൺ എ ഫൈൻഡ് പേഴ്സൺ ബീസ് പേഴ്സ്. പേഴ്സൺ എ എന്ത് ചെയ്തു? പേഴ്സൺ ബിയുടെ പേഴ്സ് കണ്ടെത്തി. പേഴ്സൺ ബിയുടെ പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പോൾ പേഴ്സൺ ബി അത്
ആരെങ്കിലും കണ്ടെത്തി തരുന്നവർക്ക് ഞാൻ ഇത്ര പാരിതോഷികം തരാമെന്നൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പേഴ്സണെ ആരുടെയാണെന്നൊന്നും അറിയില്ല, ആരോടും ചോദിച്ചില്ല, അയാൾക്ക് കയ്യിലൊരു ആളുടെ പേഴ്സ് കിട്ടി, അത് കണ്ടെത്തി. ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ഓവർ ടു ഹിം. അപ്പോൾ അത് പേഴ്സൺ ബിയുടെ ആണെന്ന് മനസ്സിലാക്കി പേഴ്സൺ ബീനെ ഏൽപ്പിച്ചു. പേഴ്സൺ ബി എന്ത് ചെയ്തു? ഇൻ റിട്ടേൺ പ്രോമിസസ് ടു ഗിവ് പേഴ്സൺ എ ₹200. പേഴ്സൺ ബി ആ പേഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പേഴ്സൺ എക്ക് പ്രോമിസ് ചെയ്യാണ്, എന്തായാലും എൻ്റെ ഒരു പേഴ്സ് നിങ്ങൾ കണ്ടെത്തി തന്നതാണ്, ഞാൻ നിങ്ങൾക്കൊരു ₹200 തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു പ്രോമിസ് കൊടുത്തു. അപ്പോൾ പേഴ്സണെ പൈസക്ക് ആവശ്യമുള്ള ആളാണ്, ആൾ വേഗം അത് അംഗീകരിച്ചു, ആൾക്കത് പിന്നീട് അവകാശപ്പെടാം. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാതെ ഒരു കോമ്പൻസേഷനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇതൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. എനിക്കിതുപോലെ തന്നെ ഒരു പ്രാവശ്യം എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. അപ്പം ഞാൻ ആ പേഴ്സ് നോക്കുമ്പോൾ അതിൽ 4,000-5,000 രൂപയുടെ അടുത്തോളം ഉണ്ടായിരുന്നു. പിന്നെ കാർഡ് എന്തുവാ, മറ്റേ ATM കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് രണ്ട് പിന്നെ കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി, ആരെയും കണ്ടില്ല. അവസാനം ഞാൻ വീട്ടിൽ വന്നു, കാർഡ് നോക്കിയപ്പോൾ ഒരു അഡ്രസ്സ് കണ്ടു. അപ്പോൾ ഞാൻ വേഗം വിളിച്ചപ്പം ഞാൻ അതിൽ കണ്ടൊരു പേരിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ആൾ പറഞ്ഞു ഇങ്ങനെ, ആൾ ഈ എന്താണ് മറ്റൊരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ആ വഴിക്ക് ആളുടെ വൈഫിനെയും കൂട്ടി വന്നു. അപ്പോൾ പേഴ്സ് എവിടെ പോയി എന്നുള്ള ആൾക്കറിയില്ല. കിട്ടിയതപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പിന്നെ ആൾ പറഞ്ഞു ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, വൈകിട്ടാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ വൈകിട്ടായപ്പോൾ ആളുടെ ജ്യേഷ്ഠനെയും കൂട്ടി വന്നു. ഞാൻ വേഗം പേഴ്സ് കൊടുത്തു. ആൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ATM കാർഡും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പം നമുക്ക് വിഷമമാണ്, കാരണം ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സ് അങ്ങനെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലേ? കാരണം അപ്പോൾ ആൾ പറഞ്ഞു എന്തായാലും ഭയങ്കര സന്തോഷമാണ്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പറഞ്ഞു അതൊന്നും പ്രതീക്ഷയല്ല ഞാനിത് ചെയ്തത്, കാരണം ഞാൻ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചത്, ഇൻ കേസ് ഇപ്പോൾ എനിക്കിങ്ങനെ പോവുകയാണെങ്കിൽ എന്തുണ്ടാവുക, അതൊന്നും സാരില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ നമ്മൾ ആളുടെ അടുത്തൊക്കെ പോയിട്ട് എന്താ അവകാശപ്പെടാനായിട്ടല്ലേ? അപ്പോൾ ഒരു മാനസിക മൂല്യം നമ്മളത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ രീതിയിലാണ്. ഓക്കെ. സോ എക്സെപ്ഷൻസൊക്കെയും നമ്മളുടെ സ്മൂത്ത് ബിഹേവിയറിന് വേണ്ടിയിട്ടാണ് നിയമം തരുന്നത് അല്ലേ? ഒരുപാട് കടുംപിടുത്തങ്ങൾ നിയമം കൊണ്ടുവരുന്നില്ല. കണ്ടോ, ഒരുപാട് നിയമങ്ങൾ സ്ട്രിക്റ്റായിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ പല സ്ഥലങ്ങളിലും എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പം ഈ എക്സെപ്ഷൻസൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ സ്മൂത്തായിട്ട് തന്നെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ഈ എക്സെപ്ഷൻസ് വരുന്നത്. അപ്പോൾ നിയമം ഉണ്ടാവുമ്പോൾ അത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫോം ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന പല ഇൻസ്റ്റൻസസ് കൊണ്ട് ആ നിയമങ്ങളിൽ ചില എക്സെപ്ഷൻസ് ഇതുപോലെ ഫോം ചെയ്യുകയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള പല കൺസെപ്റ്റ്സിൻ്റെയും എക്സെപ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സെപ്ഷൻസ് ഒക്കെ വരാനുള്ള റീസൺ ഇത് തന്നെയാണ്. പല അമെൻമെൻറ്റ്സ്, പല ഭേദഗതികൾ പല കേസിനെ ആസ്പദമാക്കിയിട്ട് ഹൈക്കോർട്ടിലൊക്കെ അതിനെ ഭേദഗതികളായി ഡിക്ലെയർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള എക്സെപ്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പം ഒരു നിയമപാലകർ ഈ എക്സെപ്ഷൻസൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി റെഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ കേസുകളും വാദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിയമങ്ങൾ നമ്മളുടെ നമ്മൾ ആദ്യമേ നിയമത്തിൻ്റെ പറഞ്ഞു അല്ലേ, നമ്മളുടെ പ്രകടമായിട്ടുള്ള നമ്മളുടെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അതും ഒരുപാട് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടല്ല, നമുക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ അതാണ് നിയമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ 3 എക്സെപ്ഷൻസിൽ 2 എക്സെപ്ഷൻസ് കണ്ടു. ഇനി അതിൽ ബാക്കി ഒരു എക്സെപ്ഷൻ കൂടി ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ എന്തായാലും കാണാം. അപ്പം എല്ലാം നന്നായി തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവണം. സോ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സെഷനിലുള്ള ടോപ്പിക്സും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായിട്ടുണ്ടാവണം. എന്തായാലും നമുക്കിനി അടുത്ത ഒരു സെഷനിൽ നമ്മളെല്ലാവരും തന്നെ വീണ്ടും കണ്ടുമുട്ടാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ
ലോ പേപ്പർ ഇപ്പോൾ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു കൂടി വന്ന ഒരു 2-3 സെഷൻസൊക്കെയാണ് നമുക്ക് ബിസിനസ് റെഗുലേഷൻസിനായിട്ട് വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്താൽ, പ്രത്യേകിച്ചും ബിസിനസ് റെഗുലേഷൻ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിരുത്തി ചെയ്യുക. ഓക്കെ, എനിക്ക് പറയാനേ പറ്റുള്ളൂ, പക്ഷേ നടപ്പിലാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. സോ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് പറയുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാവരും അത് അനുസരിക്കണം കേട്ടോ. ഓക്കെ ദെൻ, അപ്പം നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇസ് ബൈ, ആൻഡ് ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ. ബൈ.